ഫ്രീ മാർക്കറ്റ് ആക്ച്വലി ആൾക്കാർ സെല്ല് ചെയ്യുമ്പോൾ ഈ എല്ലാത്തിനും പ്രതിവിധി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഒരു പരസ്യ വാചകമുണ്ട്. അതെന്താന്ന് വെച്ചാല് ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തികളുടെ സ്വാതന്ത്ര്യം, വ്യക്തികളുടെ ലിബർട്ടി, വ്യക്തികൾക്ക് അവസരം കൊടുക്കുന്നു. ഇൻഡിവിജ്വൽ ഇസ് ദ സ്മോളസ്റ്റ് മൈനോറിറ്റി എന്ന് ഒരുപക്ഷെ പ്രതീക്ഷ കേട്ട് കാണും. പലരും സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗാണ് സ്മോളസ്റ്റ് മൈനോറിറ്റി ഇസ് ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു വാക്ക്. അപ്പം ഈ ഇൻഡിവിജ്വലിനെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ സ്വതന്ത്ര വിപണിയുടെ വിപണനം നടക്കുക. അതിന്റെ അഡ്വർടൈസ്മെന്റ്, അതിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് ഞങ്ങൾ മുമ്പോട്ടേക്ക് വെക്കുന്നത്. ബാക്കി ഒരു സിസ്റ്റത്തിലും വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ല, അതൊക്കെ കളക്റ്റീവ് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് സ്വതന്ത്ര വിപണിയെ ഫ്രീ മാർക്കറ്റ് മാത്രമാണെന്നാണ് ഫ്രീ മാർക്കറ്റ് വാദികളുടെ ഒരു അവകാശവാദം. അത് ശരിയാണോ? അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ ഈ പറഞ്ഞ വാചകം ഇൻഡിവിജ്വൽ ഇസ് ദ സ്മോളസ്റ്റ് മൈനോറിറ്റി, അത് തത്വത്തിൽ അത് ശരിയാണ്. കാരണം ഒബ്ജക്റ്റീവ്ലി നോക്കിയാൽ അത് ശരിയാണ്. ഏറ്റവും ചെറിയ മൈനോറിറ്റീസിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ വ്യക്തിയാണ് ഏറ്റവും ചെറിയ മൈനോറിറ്റി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം പലരും പറയാറുണ്ട്, ഒരു കാര്യം ശരിയാണോ എന്ന് നോക്കിയാൽ മതി, ആര് പറഞ്ഞു എന്ന് നോക്കണ്ട എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്തിനു പറഞ്ഞു, കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കാം. ഇത് ആരാണ് പറഞ്ഞത് ഇൻഡിവിജ്വൽ ഇസ് ദ സ്മോളസ്റ്റ് മൈനോറിറ്റി? ഇൻഡിവിജ്വൽ സ്മോളസ്റ്റ് മൈനോറിറ്റി എന്ന് ആദ്യമായി പറഞ്ഞത് അയൺ റാൻഡ് ആണ്. അയൺ റാൻഡ് എവിടെയാണ്? വെസ്റ്റ് പോയിന്റ് US മിലിറ്ററി അക്കാഡമി ഗ്രാജുവേറ്റ്സിന് 74 ഒരു ലെക്ചർ കൊടുത്തിരുന്നു. ആ ലെക്ചറിൽ അയൺ റാൻഡ് പറഞ്ഞ ഒരു വാചകമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അയൺ റാൻഡ് പറഞ്ഞു, ആ പറയാനിടയായ സാഹചര്യം എന്താണെന്ന് നോക്കണം. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അയൺ റാൻഡ് പറയുന്നത്. ആ ചോദ്യം ഇതാണ്: ഈ അമേരിക്കയിൽ നടന്നിട്ടുള്ള കൾച്ചറൽ ജീനോസൈഡ്, ഈ നേറ്റീവ് അമേരിക്കൻസിന്റെ കൾച്ചറൽ ജീനോസൈഡ്, അല്ലെങ്കിൽ ബ്ലാക്ക് മെന്റെ എൻസ്ലേവ്മെന്റ്, അങ്ങനെയുള്ള റേസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ സംഭവിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇൻഡിവിജ്വൽ ഇസ് ദ സ്മോളസ്റ്റ് മൈനോറിറ്റി എന്നുള്ള വാചകം അടങ്ങുന്ന ഒരു സ്പീച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ സ്പീച്ചിൽ എന്തൊക്കെയാണ് അയൺ റാൻഡ് പറഞ്ഞത്, എന്തിനാണ് ഇൻഡിവിജ്വൽ ഇസ് ദ സ്മോളസ്റ്റ് മൈനോറിറ്റി അയൺ റാൻഡ് പറയാനിടയ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതിനകത്ത് അയൺ റാൻഡ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, സ്ലേവറി ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിലനിന്നിട്ടില്ല, അത് ലിബറൽസ് ആണ് കൊണ്ടുവന്നത്. അതുപോലെ റേസിസം ഒക്കെ ഇവിടെ കഴിഞ്ഞു, അവസാനിച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് അവസാനിക്കാൻ കാരണം ഫ്രീ മാർക്കറ്റ് ആണ്. ഇപ്പൊ അമേരിക്കയിൽ റേസിസം ഒന്നുമില്ല. 74 അമേരിക്കയുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിബറൽസ് കോട്ട സിസ്റ്റം, അഫർമേറ്റീവ് ആക്ഷൻ കൊണ്ടുവരുന്നത് കൊണ്ടാണ് റേസിസം നിലനിൽക്കുന്നത്. നമ്മുടെ ഇവിടെ സംവരണം ഉള്ളത് കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത് പറഞ്ഞ അതേ ആർഗ്യുമെന്റ്. അപ്പോ ഇങ്ങനെ ഒരു കാര്യം പറയാം. അപ്പൊ സ്ലേവറി കൊണ്ടുവന്നത് ലിബറൽസ് ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ ഒരു ഫോട്ടോ നമുക്ക് കാണിക്കണം. ഇവിടെ ഞാൻ അയച്ചിട്ടുണ്ട്. അത് സോയിലിംഗ് ഓഫ് ഓൾഡ് ഗ്ലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അതിനകത്ത് ഒരു ബ്ലാക്ക് പേഴ്സണെ, ടെഡ് ലാൻസ്മാർക്ക് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് പേഴ്സണെ ഒരു വെള്ളക്കാരൻ അമേരിക്കൻ ഫ്ലാഗിന്റെ പോള് കൊണ്ട് അടിക്കാൻ പോകുന്ന ഒരു ഫോട്ടോയാണ്. പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ ഫോട്ടോയാണ്. അയൺ റാൻഡ് ഈ പ്രസംഗം നടത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞ് നടക്കുന്ന സംഭവമാണിത്. ഇതിൽ ഈ ടെഡ് ലാൻസ്മാർക്ക് ഒരു ലോയറാണ്, ഒരു സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു മീറ്റിങ്ങിന് ഓഫീസിലേക്ക് നടന്നു പോവുകയായിരുന്നു. വെറുതെ വഴിക്കൂടെ നടന്നു പോകുന്ന ഇദ്ദേഹത്തെ പിടിച്ച് ആൾക്കാർ ഇടിക്കുകയാണ്, വെള്ളക്കാര്. ആ ഇടിക്കുന്ന ആൾക്കാർ അവിടെ ആ സമയത്ത് ഡീസെഗ്രിഗേഷൻ, അതായത് പണ്ട് സ്കൂളുകൾ കറുത്തവർഗക്കാർക്കും വെള്ളക്കാർക്കും ഒരുമിച്ചുള്ള സ്കൂളില്ല, സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോ ഗവൺമെന്റ് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒരുമിച്ച് പഠിക്കണം എന്നുള്ള ഡീസെഗ്രിഗേഷൻ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തു. ഇതിനെതിരെ അത് ശരിയാവില്ല, വെള്ളക്കാരും കറുത്തവർക്കാരും ഒരുമിച്ച് പോകേണ്ട കാര്യമില്ല, ഡീസെഗ്രിഗേഷൻ ആണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പം വെറുതെ വഴി കൂടെ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിൽ അടിക്കുന്ന ഒരു പടമാണ്. അപ്പൊ ഡീസെഗ്രിഗേഷൻ പോലും യഥാർത്ഥത്തിൽ നടക്കാത്ത ഒരു അമേരിക്കയിലാണ് സ്ലേവറി ഇല്ലായിരുന്നു, അത് അഫർമേറ്റീവ് ആക്ഷൻ കാരണമാണ് വന്നതെന്ന് അയൺ റാൻഡ് പറയുന്നു. അപ്പൊ ഇനി ആ സ്പീച്ചിൽ തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ നോക്കാം. വളരെ റേസിസ്റ്റ് ഒരു ടിറേഡാണ് ആ സ്പീച്ചിനകത്ത് മൊത്തം നടത്തുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേറ്റീവ് അമേരിക്കൻസിന് അവർ സാവേജസ് ആണ്, അവർ നൊമാഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നോ റൈറ്റ് ടു പ്രോപ്പർട്ടി. അതായത് ഈ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ഏറ്റവും കോർ കൺസെപ്റ്റ് ആണ് പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓരോ മനുഷ്യനും പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടെന്നുള്ളത്. പക്ഷെ അയൺ റാൻഡ് പറയാണ് നേറ്റീവ് അമേരിക്കൻസ് അതില്ല, അതുകൊണ്ട് വെള്ളക്കാര് ആ ലാൻഡിലേക്ക് വന്നത്
അവർക്ക് അവരുടെ ലാൻഡ് എടുത്തതിൽ ഒരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. കാരണം അവര് സാവേജസ് ആണ്, അവർ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സിവിലൈസ്ഡ് ആയിട്ടുള്ള വെള്ളക്കാര് വന്ന് അവരെ കീഴ്പ്പെടുത്തിയതിൽ അതിനകത്ത് ഒരു പ്രശ്നവുമില്ല എന്നാണ്. അതായത് ഒരു മനുഷ്യന്റെ നാച്ചുറൽ റൈറ്റ് ആണ് എന്ന് അവകാശപ്പെടുന്ന പ്രോപ്പർട്ടി റൈറ്റ് പോലും ആ മനുഷ്യർക്ക് കൊടുക്കുന്നില്ല. ഡീഹ്യൂമനൈസിങ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്പീച്ചിലാണ് ഇൻഡിവിജ്വൽ ഇസ് എ സ്മോളസ്റ്റ് മൈനോറിറ്റി, ഇൻഡിവിജ്വലിസം ആണ് വേണ്ടത് എന്ന് പറയും. ഇൻഡിവിജ്വൽസിന്റെ അവകാശം കൊടുക്കണം എന്ന് പറയുമ്പോഴും സാമൂഹിക നീതി വേണ്ട എന്നാണ് പറയുന്നത്. ഇതേ സ്പീച്ചിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ പ്രോപ്പർട്ടി റൈറ്റ് ഇവിടുത്തെ സാവേജസ് എന്നും നൊമാഡ്സ് എന്നും അയൺ റാൻഡ് വിശേഷിപ്പിച്ച നേറ്റീവ് അമേരിക്കൻസിന് എങ്ങനെ ഇല്ലാതെ ഉണ്ടോ അതേപോലെ തന്നെയാണ് അറബികൾ. അറബ്സിന്റെ മേലിൽ ഇസ്രായേൽ ചെയ്യുന്നത് ഞാൻ അനുകൂലിക്കുന്നു. കാരണം അവരും സാവേജസ് ആണ്, അവരും പ്രിമിറ്റീവ് ആണ്. സിവിലൈസ്ഡ് ആയിട്ടുള്ള ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യവും അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ബാർബേറിയൻസ് ആയിട്ടുള്ള മറ്റൊരു വിഭാഗം തമ്മിലുള്ള ഇതിൽ ഞാൻ സിവിലൈസ്ഡ് പക്ഷത്തിനൊപ്പമാണ്, മറ്റുള്ളവർക്ക് ലാൻഡ് റൈറ്റ്സ് ഇല്ല എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഇസ് ദ സ്മോളസ്റ്റ് മൈനോറിറ്റി എന്ന് ആരെങ്കിലും പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇത് നിങ്ങൾ സാമൂഹിക നീതി വേണ്ട എന്ന് പറയാനായിട്ടാണ് പറയുന്നതെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് ആണ്. ഞാൻ അഗ്രി ചെയ്യുന്നു, ഇൻഡിവിജ്വൽ മൈനോറിറ്റി ആണ്, ഇൻഡിവിജ്വലിന് റൈറ്റ്സ് വേണം, ഒക്കെ വേണം. പക്ഷെ അതിന്റെ അർത്ഥം സാമൂഹിക നീതി വേണ്ട, അതിന്റെ അർത്ഥം നമുക്ക് റേസിസ്റ്റ് ആവാം എന്നുള്ളതല്ല. അപ്പം ഇതാണ് ആ സ്പീച്ചിന്റെ കോൺടെക്സ്റ്റ്. ഇൻഡിവിജ്വൽ ഇസ് ദ സ്മോളസ്റ്റ് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും റൈറ്റ് നോക്കാതെ ഒരു പ്രത്യേകതരം ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ മാത്രം റൈറ്റ് എടുത്തിട്ട് അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ചിലപ്പം വിമർശകർ പറയും അത് ഞങ്ങൾ അയൺ റാൻഡിൻ്റെ മറ്റു കാര്യങ്ങൾ എടുക്കുന്നില്ല, ഈ ഒരു സെൻറ്റൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ. പക്ഷെ അത് അയൺ റാൻഡിന് മാത്രം പ്രശ്നമല്ല, അതാണ് അതിനകത്തെ പ്രോബ്ലം. കാരണം അത് ഒരു ക്ലാസിക്കൽ ലിബറലിസം കൊണ്ടുവന്നപ്പോൾ തന്നെ ഈവൻ ജോൺ ലോക്ക് ഒക്കെ ആണല്ലോ അതിന്റെ ഒരു പൈനിയർ ആയിട്ട് അറിയപ്പെടുന്നത്. ജോൺ ലോക്ക് പ്രോപ്പർട്ടി റൈറ്റ്, ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് തന്നെ സ്ലേവ് ട്രേഡിന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപമുള്ള ആളാണ്, ആ കമ്പനികളിൽ നിക്ഷേപമുള്ള ആളായിരുന്നു ജോൺ ലോക്ക്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഈ ഒരു പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് വാചാലനായ ഒരാളാണ് ജോൺ സി കാൽഹോൺ, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇരുന്ന ആളാണ്. ഇദ്ദേഹം ഒരു സ്ലേവ് ഓണറാണ്. അദ്ദേഹം പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്റെ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ലേവ്സിനെ ഓൺ ചെയ്യാനുള്ള പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് പലരും, ഇതിനകത്തെ പലരും ഇത് ഡിവൈസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അത് റൂളിംഗ് ക്ലാസ്സിന്, അതായത് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന റൂളിംഗ് ക്ലാസിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാവരുടെയും അവകാശങ്ങൾ, ലോകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽസിന്റെ അവകാശമല്ല അവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുള്ളതാണ്. അയൺ റാൻഡിന്റെ ഫിലോസഫി, അയൺ റാൻഡ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ഈ ക്യാപിറ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ ഫേം ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം ഇതിന്റെ ഒരു മോറൽ ബേസ് ഉണ്ടെന്നുള്ളതാണ്. അത് ഇപ്പം ഓസ്ട്രിയൻ സ്കൂൾ ഒരുപാട് ഫ്രീ മാർക്കറ്റിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ചിക്കാഗോ സ്കൂൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ പല രീതിയിലാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്തെങ്കിലും അതിനൊരു എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രീഡ് എന്ന് പറയുന്നതിനെ ഒരു നല്ല കാര്യമായിട്ട് കാണാമെന്ന് ഇവരാരും പറയുന്നില്ല. സെൽഫിഷ്നെസ്, സെൽഫിഷ്നെസ്, അത് തന്നെ. അതിനൊരു മോറൽ ബേസിസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രവൃത്തി, അതിന് ഒരു ശ്രമമാണ് അയൺ റാൻഡ് നടത്തിയത്. അയൺ റാൻഡ് അതിന് വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് ഒബ്ജക്റ്റിവിസം എന്നുള്ള ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു സീരിയസ് ഫിലോസഫേഴ്സും ഒരു അക്കാഡമിക്സും കാര്യമായിട്ട് എടുക്കാത്ത ഒരു കാര്യമാണ്. കാരണം എത്തിക്കൽ ഈഗോയിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് അയൺ റാൻഡ് പറയുന്നത്. അയൺ റാൻഡിന്റെ വാക്കുകളിലൂടെ അതിന് ഡിഫറെന്റ് റാഷണൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒബ്ജക്റ്റിവിസം എന്ന് പറയുന്ന ഫിലോസഫി ബേസിക്കലി ഇതിനകത്ത് പറയുന്നത് മാൻ എന്ന് പറയുന്ന ഒരു ഹീറോയിക് ബീങ് ആണ്. വളരെ ഒരു ഹീറോയിക് ഒരു എൻറ്റിറ്റി ആയിട്ടാണ് മാനിനെ കാണുന്നത്. മാൻ എന്ന് എടുത്തു പറയണം, കാരണം സ്ത്രീകൾ അയൺ റാൻഡിന്റെ കൺസെപ്റ്റിലേ വരുന്നില്ല. ഒരു സ്ത്രീക്ക് US പ്രസിഡന്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ വോട്ട് ചെയ്യില്ല, ഷീസ് ഒരു ലേഡി നോട്ട് എലിജിബിൾ ടു ബി കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞ ആളാണ് അയൺ റാൻഡ്. അപ്പം മാൻ ഒരു ഹീറോയിക് ബീങ് ആണ്. മനുഷ്യന്റെ സന്തോഷമാണ് മോറൽ പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരാളുടെ ഒരു പ്രൈമറി ഡ്യൂട്ടി, അൾട്ടിമേറ്റ് ഡ്യൂട്ടി ഇൻ ലൈഫ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഹാപ്പിനെസ് നോക്കുക എന്നുള്ളത് മാത്രമാണെന്നാണ് ഈ കൺസെപ്റ്റിന്റെ ഒരു ഇത്. അതേപോലെ തന്നെ അതിപ്പോ പച്ച മലയാളത്തിൽ പറഞ്ഞ സെൽഫിഷ്നെസ് നല്ലതാണ് എന്നുള്ളതാണ്. സ്വാർത്ഥത, സ്വന്തം കാര്യം നോക്കിയിരിക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് എടുത്തു പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പറയുന്നതാണ് അൾട്രൂയിസം, സഹാനുഭൂതി. അതൊരു മോശം കാര്യമാണ്. കാരണം നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അല്ലെങ്കിൽ നിന്റെ സെൽഫ് ഇൻട്രസ്റ്റിൽ നിന്ന് മാറി ഡീവിയേറ്റ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് സഹാനുഭൂതി. അതുകൊണ്ട് ഒരിക്കലും സഹാനുഭൂതി പാടില്ല, നിങ്ങൾ സെൽഫിഷ് ആകൂ എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് ഈ ഒബ്ജക്റ്റിവിസം ഫിലോസഫി എന്ന് പറയുന്നത്.
അപ്പൊ ഇത് ഒരാളും സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കാര്യമാണ്. ഇന്ന് ഫ്രീ മാർക്കറ്റിന് വേണ്ടി വാദിക്കുന്നവർ മാത്രമാണ് ഇത് പൊക്കിക്കൊണ്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഇത് അങ്ങനെ കുറെ പേര് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു പറയാൻ നിർബന്ധിതമാകുന്നത്. അപ്പം ഈ ഹിച്ചൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിച്ചൻസ് പറഞ്ഞെന്താന്ന് വെച്ചാല്, നമ്മുടെ ലോകത്തിൽ ഇന്ന് അബണ്ടന്റ് ആയിട്ടൊരു കാര്യം ഉണ്ടല്ലോ, അത് സെൽഫിഷ്നെസ് ആണ്. അതിനുവേണ്ടി പ്രത്യേകം ഫിലോസഫി ഒന്നും കൊണ്ടല്ല, നിങ്ങൾ സെൽഫിഷ് ആകൂ എന്ന് മനുഷ്യരോട് പറയേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അങ്ങനെ ഡിസ്മിസ് ചെയ്ത ഒരു ഒറ്റ സെന്റൻസിൽ ഹിച്ചൻസ് അയൺ റാൻഡിനെ ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് പരിശോധിക്കാം. കാരണം ഇന്ന് പലരും ഫ്രീ മാർക്കറ്റിന്റെ മോറൽ ഫിലോസഫി ഇതാണ്, ഇത് നല്ലൊരു കാര്യമാണ് എന്ന് പറയുന്നവരോട് നമുക്ക് ഒന്ന് സംവദിക്കാം. അത് അയൺ റാൻഡിന്റെ കോഡ്സ് അങ്ങും ഇങ്ങും എന്താ പറഞ്ഞേ ചറ പറ ചിതറി കിട്ടുകയാണ് എല്ലാവർക്കും, എന്താണെന്നറിയില്ല. ഞാനൊരു കോട്ട് പറയാം അയൺ റാൻഡിന്റെ. അതെന്താന്ന് വെച്ചാല്, I used to be a fan of Ayn Rand. Then I turned 14. അത് ശരിക്കും അങ്ങനെ ഒരു ഫിനോമിനൻ ഉണ്ട്. അതായത് ടീനേജേഴ്സ് അല്ലെങ്കിൽ ഹൈസ്കൂളേഴ്സ് ഒക്കെ അയൺ റാൻഡിന്റെ നോവൽസ് ഒക്കെ വായിച്ച് ആരാധകരാവാറുണ്ട്. പക്ഷെ കുറച്ച് പക്വത എത്തുമ്പോൾ അവരത് വിടാറുണ്ട്. അതൊരു ഫിനോമിനൻ പോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ ഫിലോസഫിയുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇതിനകത്ത് ഒരു ഡൈക്കോട്ടമി പറയുന്നുണ്ട്. അതായത് സെൽഫിഷ്നെസ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ആൾട്രൂയിസം. അതായത് സെൽഫിഷ്നെസ്സും ആൾട്രൂയിസം എന്ന് പറയുന്ന സെൽഫിഷ്നെസ്സിന്റെ വിപരീതമാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവില്ല. ഒരു ഡൈക്കോട്ടമി പറയുന്നുണ്ട് അയൺ റാൻഡ്. ഇത് ആൾട്രൂയിസം തീരെ പാടില്ല, സെൽഫിഷ്നെസ് ആണ് വേണ്ടത് എന്ന് പറയും. സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വാക്ക് യൂസ് ചെയ്യത്തില്ല അയൺ റാൻഡ്. അയൺ റാൻഡ് പലപ്പോഴും റാഷണൽ അങ്ങനെയൊക്കെ വേറെ വാക്കുകളിലൂടെയാണ് അത് പറയുന്നത്. റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്, അല്ലാതെ സെൽഫിഷ്നെസ് എന്ന് പറയില്ല. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതെ, റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് ആൾട്രൂയിസത്തിനെ, അതിന് രണ്ടിനെയും ഒരു ഡൈക്കോട്ടമിയിലാണ് കാണുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പം ഞാനിപ്പം വഴി കൂടെ പോകുമ്പം ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണെന്ന് വെച്ചു, മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലോണം നീന്തൽ അറിയാമെങ്കിൽ ഞാൻ ചാടി ആ കുട്ടിയെ രക്ഷിക്കണം. സാധാരണഗതിയിൽ ആൾക്കാർ രക്ഷിക്കും, നന്നായിട്ട് നീന്തൽ അറിയാമെങ്കിൽ. കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും രക്ഷിക്കും. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ചിലപ്പോ ഈ എത്തിക്കൽ ഈഗോയിസം അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾക്കാർ പറയും, അത് സ്റ്റിൽ യുവർ റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. കാരണം അങ്ങനെ രക്ഷിച്ചാൽ നിനക്കൊരു റെക്കഗ്നിഷൻ കിട്ടും, നിനക്കൊരു അതുകൊണ്ടായിരിക്കാം നീ അത് ചെയ്തത് എന്ന് പറയും. ഇതൊരു കോമൺ സെൻസ് ലോജിക്കാണ്. നമ്മൾ വഴി കൂടെ പോകുമ്പോൾ നീന്തൽ അറിയാവുന്ന ഒരാൾ ഒരു കുട്ടി വെള്ളത്തിൽ വീണ് കണ്ടാൽ ഭൂരിഭാഗം പേര് രക്ഷിക്കാൻ ശ്രമിക്കും, നീന്തൽ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ. അപ്പോ ഇതിനെ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അതൊരു സ്റ്റിൽ അത് നിന്റെ ഒരു വോളണ്ടറി ആക്ഷൻ ആണ്. അത് നീ ചെയ്തതിന് കാരണം സ്റ്റിൽ നിന്റെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. കാരണം നിനക്കൊരു റെക്കഗ്നിഷൻ കിട്ടുമല്ലോ. അപ്പം ഒന്നെങ്കിൽ നിന്റെ സെൽഫിഷ്നെസ്, അല്ലെങ്കിൽ ആൾട്രൂയിസം, സഹാനുഭൂതി എന്നാണ്. പക്ഷെ ഇത് രണ്ടും വരാം. കാരണം ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ആ കുട്ടിയുടെ ജീവനൊരു വിലയുണ്ട്, അതുകൊണ്ട് റിസ്ക് എടുത്താണെങ്കിൽ രക്ഷിക്കാം. അവിടെ ഒരു പക്ഷെ ഞാൻ രക്ഷിച്ചാൽ എനിക്ക് റെക്കഗ്നിഷൻ കിട്ടും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടാവാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകും, ഡൈക്കോട്ടമി അല്ല, ഐദർ ദിസ് ഓർ ദാറ്റ് അല്ല. സെൽഫ് ഇൻട്രസ്റ്റിംഗ് കാണാം, അതേസമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ ഒരു വിലയുള്ളത് കൊണ്ടാണ് എനിക്ക് റെക്കഗ്നിഷൻ സമൂഹം തരുന്നത് പോലും. സമൂഹം ആ കുട്ടിയുടെ ജീവന് വില കൊടുക്കുന്നുണ്ട്, ഞാനും ആ കുട്ടിയുടെ ജീവന് വില കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നുള്ളതാണ് അത് ഒരു വാദം. രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റ് നമുക്ക് നോക്കാം. അതെന്താന്ന് വെച്ചാല് കെയറിനെ കുറിച്ചാണ്. കെയർ കുട്ടികൾക്കും പിന്നെ അതുപോലെ പ്രായമായവർക്കും കെയർ കൊടുക്കണം. കെയർ ആവശ്യമുള്ള രണ്ട് ഗ്രൂപ്പ്സ് ആണ് പ്രായമായവരും കുട്ടികളും. അപ്പൊ ഇതിനകത്ത് ആരാണ് അവരെ കെയർ ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ ഈ ഒബ്ജക്റ്റിവിസം പറയുന്ന ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരു ഓൾറെഡി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നിങ്ങളൊരു കോൺട്രാക്റ്റിൽ, ഒരു അൺഒഫീഷ്യൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആ കുട്ടിയെ നോക്കാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ പ്രായമായവരെ സംബന്ധിച്ചാണെങ്കിൽ അവർ അവരുടെ ആക്ഷൻസ് കൊണ്ട് അവരതിനുള്ള പൈസ കണ്ടെത്തണം. അവരുടെ വാർദ്ധക്യകാലത്തെ കെയറിനുള്ള സംഗതി അവർ കണ്ടെത്തി അവർ തന്നെ അവരുടെ കാര്യം നോക്കണം. ഇതാണ് ഈ ഒബ്ജക്റ്റിവിസത്തിന്റെ കൺസെപ്റ്റ്. പക്ഷെ ഇതിനകത്ത് രണ്ടിനകത്തും ഇപ്പോ പ്രായമായവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഇപ്പോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, പിന്നെ ഈ ഇൻഫ്ലേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കയ്യിൽ സമ്പാദിച്ചു വെച്ച പൈസ തികയാതെ വരുന്ന ആൾക്കാരുണ്ടാവാം, വേറെ ആരും കെയർ ചെയ്യാനില്ലാത്ത പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അവരത് ആ പൈസ സമ്പാദിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ജീവിക്കണം, അവരുടെ കെയർ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരവില്ല. ഗവൺമെന്റ് വെൽഫെയർ അല്ലെങ്കിൽ സേഫ്റ്റി നെറ്റ് ഇല്ല.
അപ്പം എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഉത്തരമില്ല. അതിന് പലരും പറയുന്ന ഒരു ഉത്തരം ആരെങ്കിലും അവരെ നോക്കാൻ വോളണ്ടറി ചെയ്യട്ടെ എന്നുള്ളതാണ്. പക്ഷെ വോളണ്ടറി ചെയ്യാൻ ആളില്ലെങ്കിലോ, കുട്ടികളുടെ കാര്യം അതുപോലെ തന്നെ. ഇപ്പം നെഗ്ലിജിബിൾ പാരന്റ്സ് അല്ലെങ്കിൽ ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികൾ, അവരെ ഗവൺമെന്റ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ട എന്നുള്ളതാണ് പറയുന്നത്. അത് ആരെങ്കിലും വോളണ്ടറി ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ ആരും വോളണ്ടറി ചെയ്യണ്ടെങ്കിലോ എല്ലാവരും സെൽഫ് ഇൻട്രസ്റ്റ് നോക്കുന്നു. വേറൊരാളുടെ കുട്ടിയെ വോളണ്ടറി ചെയ്യുവാണെങ്കിൽ അത് പിന്നെ ഇവരുടെ തിയറിക്ക് എതിരത്തില്ല. വോളണ്ടറി ചെയ്യുന്നത് സെൽഫ് ഇൻട്രസ്റ്റ് അല്ലല്ലോ. അല്ല, വോളണ്ടറി ചെയ്യുമ്പോൾ അവർക്ക് എന്തോ സന്തോഷം കിട്ടുന്നുണ്ട്, അതാണ് മനസ്സിലായി. അത് സെൽഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. അപ്പൊ അത് സ്വന്തമായ ഇഷ്ടപ്രകാരം, ചാരിറ്റി അത് തന്നെയാണ് പറയുന്നത്. ചാരിറ്റി സ്വന്തമായ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തോ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു, നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അത് ചെയ്യണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ പ്രശ്നം അതല്ല. പ്രശ്നം ആരും വോളണ്ടറി ചെയ്യാൻ ഇല്ലാത്ത മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഈ വൾണറബിൾ പോപ്പുലേഷൻ, അതിന് ഉത്തരവില്ല. അവർ മരിക്കട്ടെ എന്നുള്ള ഒരു ഉത്തരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. സേഫ്റ്റി നെറ്റ് ഇല്ല, വെൽഫെയർ സിസ്റ്റം ഒന്നും ഇല്ല. അപ്പം അതൊരു ഡ്രോബാക്ക് ആണ് ഇതിന്റെ. അതുപോലെ വേറൊരു പ്രശ്നമാണ്, ഇപ്പോ എവിടെയോ നടന്നൊരു സംഭവമാണ്. ഒരു വ്യക്തി, ഒരു 60 വയസ്സുള്ള ഒരാള് പോസ്റ്റ്മാൻ വന്നപ്പോ പോസ്റ്റ്മാനെ വെടിവെച്ചു. പോസ്റ്റ്മാനെ വെടിവെക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇയാൾക്ക് ഒരുപാട് കടം ഉണ്ടായിരുന്നു. ഇയാൾ ചിന്തിച്ചു, ആരെയെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിലിടും. അപ്പൊ എനിക്ക് ആ കടം തിരിച്ചടയ്ക്കണ്ട, എന്റെ വീട് നഷ്ടപ്പെടില്ല, എനിക്ക് വാർദ്ധക്യ കാലത്ത് ഒരു റൂഫ് ഓവർ മൈ ഹെഡ്, എനിക്ക് ഭക്ഷണം കിട്ടും. വളരെ റാഷണൽ തിങ്കിങ് ആണ്, അല്ലെ? റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ്. റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം പോസ്റ്റ്മാനെ വെടിവെച്ചു. ഇപ്പൊ ഇതിനെ എങ്ങനെയാണ് കാണുന്ന ഈ ഒബ്ജക്റ്റീവ് ഫിലോസഫിയിൽ ചിന്തിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അത് തെറ്റാണെന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ മറ്റൊരാളുടെ റൈറ്റിനെ ഇൻഫ്രിഞ്ച് ചെയ്തു. അയാൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള ആ റൈറ്റിനെ നിങ്ങൾ ഇൻഫ്രിഞ്ച് ചെയ്യുന്നത് കൊണ്ട് അത് റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ റാഷണൽ അല്ല എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിക്കും. പക്ഷെ അതൊരു സോളിഡ് ഒരു ആർഗ്യുമെന്റ് അല്ല. കാരണം പ്രൈമറി ഡ്യൂട്ടി എന്താണ് ഒരാളുടെ? അയാളുടെ സന്തോഷം. അയാളുടെ ഈ 60 വയസ്സായ ആൾക്ക് സന്തോഷം കൊടുക്കുന്ന അയാൾ ജയിലിൽ പോകുമ്പോഴാണ്. ഇങ്ങനെ ഒരു ആക്ട് ചെയ്ത് ജയിലിൽ പോകുമ്പോഴാണ് അയാൾക്ക് സന്തോഷം കൊടുക്കുന്നത്. അയാളുടെ പ്രൈമറി ഡ്യൂട്ടി അയാൾ നോക്കാൻ വേണ്ടി മറ്റൊരാളുടെ റൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ അയാളുടെ റാഷണൽ ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തെറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു ആർബിട്രറി ഒരു സംഗതിയാണ്. ഇതിനകത്തൊരു ലോജിക് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പോ റേസിസം, ഇപ്പം അയൺ റാൻഡ് റേസിസം പറയുന്ന ഒരു സംഗതി നമ്മൾ കണ്ടു. ഈ റേസിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? റേസിസം എന്ന് പറയുമ്പോൾ എന്റെ ഗ്രൂപ്പിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, മറ്റൊരു ഗ്രൂപ്പിനെ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മറ്റേ ഗ്രൂപ്പിന്റെ കുറ്റങ്ങൾ ഞാൻ പറയുന്നു, മറ്റേ ഗ്രൂപ്പിന് ഹാം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, എന്റെ ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റുകൾ ഞാൻ സംരക്ഷിക്കുന്നു. ഇത് ലോജിക്കലാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം അല്ലല്ലോ. ലോജിക്കൽ അല്ലാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഗ്രൂപ്പിനോടുള്ള ബിഹേവിയർ അതൊരു റാഷണൽ ഒരു കാരണം കൊണ്ടല്ല ഉണ്ടാകുന്നത്. നമുക്ക് അവരോടുള്ള ഹേറ്റ്രഡ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമുക്ക് അവരോടുള്ള ഹേറ്റ്രഡും അതുപോലെ നമ്മുടെ ഗ്രൂപ്പിനോടുള്ള നമ്മളുടെ ഇഷ്ടവും കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വൈറ്റ് ഗ്രൂപ്പിന് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ള തോട്ട് ആർബിട്രറി നമ്മളങ്ങ് എടുക്കണം. വൈറ്റ് ഗ്രൂപ്പിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നത്. അതിനകത്ത് ലോജിക് ഇല്ല. അതാണ് അതിനകത്തൊരു ലോജിക് എന്ന് പറയുന്ന സംഗതി വരുന്നില്ല. ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പ്രിഫർ ചെയ്യാനും മറ്റൊരു ഗ്രൂപ്പിനെ വെറുക്കാനും ഒരു ലോജിക്കലി അത് കോഹറന്റ് അല്ല. അതുകൊണ്ട് റേസിസം എന്ന് പറയുന്നത് ലോജിക്കൽ അല്ല. കാരണം ഇവിടെ 2 ഗ്രൂപ്പിനെ നമ്മൾ സൃഷ്ടിച്ചിട്ട് ഒരു ഗ്രൂപ്പിനെ നമ്മൾ പ്രിഫർ ചെയ്യുകയാണ് ഓവർ ദി അതർ ഗ്രൂപ്പ്. സെയിം കാര്യമാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഒരു ആർഗ്യുമെന്റ്. അതെന്താന്ന് വെച്ചാൽ ഒരു വ്യക്തി, ആ വ്യക്തി അടങ്ങുന്ന ഒരു ഗ്രൂപ്പും ബാക്കി എല്ലാ മനുഷ്യർ മറ്റേ ഗ്രൂപ്പിലും, ബാക്കി എല്ലാ മനുഷ്യരെക്കാൾ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് ഞാനെന്ന വ്യക്തിക്കാണ്, അല്ലെ? അപ്പൊ അത് മറ്റുള്ള മനുഷ്യരെക്കാൾ എല്ലാം വാല്യൂ എനിക്ക് കൊടുക്കണമെങ്കിൽ മറ്റുള്ള മനുഷ്യരൊക്കെ എന്നെക്കാൾ കുറഞ്ഞവരോ കുറച്ച് എനിക്ക് കുറച്ച് കൂടുതലോ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണ്ട എന്ന് പറഞ്ഞത്? അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? ഈ സെയിം റേസത്തിൽ വർക്ക് ചെയ്യുന്ന അതേ ലോജിക്കാണ്. 2 ഗ്രൂപ്പായിട്ട് വെച്ചിട്ട് ഒരു ഗ്രൂപ്പിന് ആ ഗ്രൂപ്പിനോടുള്ള ഇഷ്ടം കൊണ്ട്, എനിക്ക് എന്റെ കാര്യം നന്നായിട്ട് നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. അത് ലോജിക്ക് ഒരു ആർബിട്രറി ഒരു പോയിന്റ് ആണ്. അതിന് കാരണം എന്താ വെച്ചാൽ അതിനകത്തൊരു പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ ട്രീറ്റ്മെന്റ് വരുന്നില്ല. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ ട്രീറ്റ്മെന്റ് എല്ലാവരെയും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ അത് ഇത്തരം ഫിലോസഫിയുടെ ഒരു പ്രധാനമായ പ്രശ്നം ഞാൻ കാണുന്നത്, നമുക്ക് ഇന്നേറ്റായിട്ടുള്ള കുറേ ഇൻഡ്യൂഷൻസും കുറേ ബയസുകളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ താല്പര്യങ്ങൾ, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫിലോസഫി ഉണ്ടാക്കിയെടുക്കുകയാണ്. അല്ലാതെ ഫിലോസഫിയുടെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണലായിട്ട് ലോജിക്കലായിട്ട് നമുക്ക് എന്തെത്താന്ന്
രീതിയാണ് ഒരു പറ്റം ഫിലോസഫേഴ്സ് പോകുന്നത്. ഈ അയൺ റാൻഡിനെ പോലുള്ളവർ ചെയ്യുന്നത്, നമുക്ക് കുറേ ബയസുകളുണ്ട്, ആ ബയസുകളെ നമുക്ക് എങ്ങനെ റാഷണലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അല്ലാതെ റാഷണലൈസ് ചെയ്ത സംഭവങ്ങൾ വെച്ച് നമ്മുടെ ബയസുകളെ മാറ്റാനല്ല ശ്രമിക്കുന്നത്. അതാണ് ഇത്തരം ഫിലോസഫിയുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതെ, അത് അത് കറക്റ്റ് ആണ് പറഞ്ഞത്. അതായത് എനിക്ക് സെൽഫിഷ് ആവണം, അപ്പൊ സെൽഫിഷ് ആവുന്നതിനുള്ള എന്താണ് റാഷണൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് ശരിക്കും ഇത് കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആണ് ആക്ച്വലി. ഇത് പലരെയും വളരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മാർക്ക് ക്യൂബൻ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്മാൻ അമേരിക്കയിലുള്ള പുള്ളി പറയുന്നുണ്ട്. പുള്ളി ഫൗണ്ടൻ ഹെഡ് ആണോ ഏത് നോവലാണ് ഞാൻ പറഞ്ഞത്, ഏതോ ഒരു നോവൽ ഇടയ്ക്കിടയ്ക്ക് ഫൗണ്ടൻ ഹെഡ് ആണെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഡൗൺ ആകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കും, അപ്പൊ ഞാൻ മോട്ടിവേറ്റഡ് ആകും എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിനകത്ത് ഈ സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഇതേ മാർക്ക് ക്യൂബൻ തള്ളി പറയുന്നുണ്ട് ഇതിനെ പിന്നീട് ഇതൊരു മണ്ടത്തരമാണെന്ന് പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. അത് ഈ അടുത്തിടയ്ക്കാണ്. എന്താന്ന് വെച്ചാല് കോവിഡ് ക്രൈസിസ് വന്നപ്പോ ആൾക്കാർ സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് പ്രോബ്ലം. അവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഹ്യൂമാനിറ്റി മൊത്തത്തിൽ, അല്ലെ? ആൾക്കാർ മാസ്ക് ധരിക്കണം, വാക്സിനേഷൻ എടുക്കണം. പക്ഷെ ആൾക്കാർ ആ സമയത്ത് റൈറ്റ് വിങ്, പ്രിഡോമിനന്റ്ലി റൈറ്റ് വിങ് ആയിട്ടുള്ള ആൾക്കാർ എന്താ പറഞ്ഞത്, എന്റെ ഫ്രീഡം, എനിക്ക് മാസ്ക് ഇടാൻ പറ്റില്ല, ഞാൻ വാക്സിൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അവിടെ അവരുടെ ഇൻട്രസ്റ്റ് അതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി വാക്സിനേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്തിനു മാസ്ക് ധരിക്കണം? അവൻ രക്ഷപ്പെട്ടില്ലേ? അവനങ്ങനെ ചിന്തിക്കാമല്ലോ. സ്പ്രെഡ് ചെയ്യട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. മനസ്സിലായില്ലേ? സെൽഫ് ഇൻട്രസ്റ്റ് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ മാർക്ക് ക്യൂബൻ ഇത് തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് പറയുന്നു ഇത് ഒരു മണ്ടത്തരമായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്തത് ഈ അയൺ റാൻഡിന്റെ ഫിലോസഫി എന്തായിരുന്നു, അയൺ റാൻഡിന്റെ ഫിലോസഫിയുടെ പ്രശ്നം എന്തായിരുന്നു എന്നായിരുന്നു. ഇനി നമുക്ക് അയൺ റാൻഡിന്റെ ഫിലോസഫി ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്തതും ആ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടായ ചില പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അയൺ റാൻഡിന്റെ ഒരു വലിയൊരു ശിഷ്യനായിരുന്നു അലൻ ഗ്രീൻസ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി. US-ലെ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ആയിട്ടിരുന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹവും പിന്നെ ലോറൻസ് സമ്മേഴ്സ് എന്നുള്ള ആൾ, എനിക്ക് തോന്നുന്നു 90s അല്ലെങ്കിൽ ഏർലി 2000s അതിഭീകരമായ ലോബിങ് നടത്തിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഡീറെഗുലേറ്റ് ചെയ്തു. കാരണം അത്രയും കാലം എക്സിസ്റ്റ് ചെയ്തിരുന്ന ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ. ഡെറിവേറ്റീവ്സിന്റെയും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ കാര്യത്തിൽ കുറെ മാനദണ്ഡങ്ങൾ, കുറെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇതിനെ ഡീറെഗുലേറ്റ് ചെയ്തു. കാരണം അലൻ ഗ്രീൻസ്പാന്റെ അഭിപ്രായത്തിൽ മെയിൻ ശിഷ്യനാണ് അയൺ റാൻഡിന്റെ. മാർക്കറ്റിനെ ഫ്രീ ആയിട്ട് വിടുക, എത്രയും ഫ്രീ ആയിട്ട് വിടുന്നു അത്രയും നല്ലത്. മാർക്കറ്റ് വിൽ ഫിക്സ് ഇറ്റ് സെൽഫ്. നമ്മുടെ ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും മാർക്കറ്റ് തന്നെ ഫിക്സ് ചെയ്യും. റെഗുലേഷൻ ആണ് പ്രശ്നം, ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുന്നതാണ് പ്രോബ്ലം എന്നുള്ള കൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്ന അലൻ ഗ്രീൻസ്പാൻ ഡീറെഗുലേഷന് വേണ്ടി ഫിനാൻഷ്യൽ മാർക്കറ്റിലെ, പിന്നെ ലോറൻസ് സമ്മേഴ്സ് എന്ന് പറയുന്ന ആളും ഒക്കെ കൂടി ലോബി ചെയ്ത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരുപാട് ഡീറെഗുലേഷൻസ് വരുത്തി. അങ്ങനെ ഒരു ഡീറെഗുലേഷൻ ആയിരുന്നു ഈ മോർഗേജ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സംഗതി. മോർഗേജ് എടുക്കുന്ന ആൾക്കാരുടെ മോർഗേജ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പിലാക്കിയിട്ട് അതിനെ ഒരു സെക്കൻഡറി ആയിട്ട് ഒരു സെക്യൂരിറ്റി ആയിട്ട് വിൽക്കുന്ന പരിപാടിയാണ് മോർഗേജ് ഡെറിവേറ്റീവ്സ്. അപ്പം അതൊരു സ്പെക്യുലേറ്റീവ് മാർക്കറ്റ് ആണ്. അപ്പോ അത് തകൃതിയായി നടക്കുന്നു. ബാങ്കുകൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഈ മോർഗേജിന് എലിജിബിൾ അല്ലാത്ത ആൾക്കാർക്ക് മോർഗേജ് കൊടുക്കാൻ തുടങ്ങി ബാങ്ക്. അത്ര നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കാൻ തുടങ്ങി. കാരണം കൂടുതൽ മോർഗേജ് മീൻസ് കൂടുതൽ ഈ സെക്യൂരിറ്റീസ് അവർക്ക് സെല് ചെയ്യാം. അപ്പോൾ ആ മാർക്കറ്റിനെ കൂടുതൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർഗേജിന്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങളൊന്നും ഇല്ല. പ്രിഡേറ്ററി ലെൻഡിങ് എന്നാണ് പറയുന്നത്. കാരണം ഒരു ബാങ്കിങ്ങിന്റെ ഒരു പ്രധാന പ്രിൻസിപ്പിൾ ആണ്, നമ്മൾ തിരിച്ചടക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. കൂടുതൽ കടത്തിലേക്ക്, കൂടുതൽ ബാങ്ക്രപ്സിയിലേക്ക് ഒരാളെ തള്ളിവിടുകയാണ്. അതൊരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഈ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഈ പ്രിഡേറ്ററി ലെൻഡിങ് ബാങ്കുകൾ അനസ്യൂതം ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഫലമായി ഒരു മാർക്കറ്റിലൊരു ഫിനാൻഷ്യൽ ഒരു ഹൗസിംഗ് മാർക്കറ്റ് ബബിൾ ഫോം ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഫെഡറൽ ഗവൺമെന്റ് കൂട്ടിയപ്പോൾ ആൾക്കാർക്ക് മോർഗേജ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത, മോർഗേജിന്റെ പേയ്മെന്റ് നടത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. ആൾക്കാർ ഫോർക്ലോഷർ സംഭവിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സെക്യൂരിറ്റി ഉള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ബാങ്കുകളുടെ പൈസ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ തുടങ്ങി. ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഡീറെഗുലേറ്റ് ചെയ്ത ഈ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു തോട്ട്സ് ആണ് ഇതിന്റെ ഒറിജിൻ ശരിക്കും പറഞ്ഞു. അപ്പോ ഈ അലൻ ഗ്രീൻസ്പാൻ അവസാനം കോൺഗ്രഷണൽ ഹിയറിംഗിൽ പറയുന്നുണ്ട്, എന്റെ ആ ഒരു ചിന്ത തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഒറ്റ കൾപ്രിറ്റേ ഉള്ളൂ, അത് ഈ ഡീറെഗുലേഷൻ ആയിരുന്നു. ഇതിന് ഈ ഫ്രീ മാർക്കറ്റ് വാദികൾ പല രീതിയിലുമാണ് പല ആൾക്കാരെ കുറ്റം ആരോപിക്കാറുണ്ട്. ഉദാഹരണത്തിന് തോമസ് സോവൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സംഭവിച്ചത് ഈ ചിക്കാഗോ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ഫ്രീ മാർക്കറ്റ്, മിൽട്ടൺ ഫ്രിഡ്മാന്റെ ഒക്കെ ശിഷ്യനായിട്ടുള്ള ആളാണ് തോമസ് സോവൽ.
തോമസ് ഓവലിന്റെ ഇപ്പോൾ ഭയങ്കര ഫാൻസാണ് എല്ലാവരും. സ്വന്തം ഇന്ത്യ മുഴുവൻ തോമസ് ഓവൽ പറയുന്ന എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. കൂടി പറയാം. തോമസ് ടോവല് ഇത് സംഭവിച്ചപ്പോ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഇത് സംഭവിക്കാൻ കാരണം അത്യാഗ്രഹികളായ ഹോം ഓണേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഇതിന് വീടെടുത്തു. വീട് എന്നുള്ള പറയുന്ന ഒരാളുടെ പ്രൈമറി റിക്വയർമെന്റ് ആണ്. അത് വീട് ഒരു ക്രെഡിറ്റ് ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ആർക്ക് ഓഫർ ചെയ്താലും എടുക്കും. കാരണം താമസിക്കേണ്ട എവിടെയെങ്കിലും, ഹോംലെസ് ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ വീട് വാങ്ങിക്കുക എന്നുള്ള ഒരു പ്രൈമറി ഒരു കാര്യമാണ് ആൾക്കാരുടെ. അപ്പൊ ആൾക്കാർക്ക് ബാങ്ക് വീട് കൊടുക്കുന്നുണ്ട്, ആൾക്കാർ റിസ്ക് എടുക്കും. അപ്പൊ അത് ആൾക്കാരെ അതിന് കുറ്റം പറയുന്നതിന് പകരം പ്രിഡേറ്ററി ലെൻഡിങ് നടത്തി ബാങ്കിനെയാണ് കുറ്റം പറയുന്നത്. ഡീറെഗുലേറ്റ് ചെയ്ത ആൾക്കാരെയാണ് പറയുന്നത്. പക്ഷെ അതിന് പകരം തോമസ് ടോവൽ ഈ വ്യക്തികളെ കുറ്റം പറയാൻ തുടങ്ങി. അതായത് ഇൻഡിവിജ്വലിസം പ്രചരിപ്പിക്കുന്ന തോമസ് ടോവൽ പെട്ടെന്ന് ഇൻഡിവിജ്വൽസിനെ കുറ്റം പറയാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, തോമസ് ടോവൽ ഒരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട് സെപ്റ്റംബർ 2008 സെപ്റ്റംബറിൽ. ആ ആർട്ടിക്കിളിൽ തോമസ് ടോവൽ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ബെയിൽ ഔട്ട് മണി, ഒരു ഏകദേശം $1 ട്രില്യൺ വരുന്ന ബെയിൽ ഔട്ട് മണി എത്രയും പെട്ടെന്ന് ബാങ്കുകളിലേക്ക് ഒഴുകട്ടെ, ബാങ്കുകളെ രക്ഷിക്കൂ എന്നാണ് തോമസ് ടോവൽ പറഞ്ഞത്. എത്രയും പെട്ടെന്ന്, സ്പീഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ് എന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. എത്രയും പെട്ടെന്ന് കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ക്രഞ്ച് ഉണ്ടാകും, അൺഎംപ്ലോയ്മെന്റ് വർദ്ധിക്കും, ഡിപ്രഷൻ ഇറയിലേക്ക് പോകും. അത് തടയാൻ വേണ്ടിയിട്ട് എങ്ങനെയും ഇത് ചെയ്യണം. അറ്റ് ദ വെരി സെയിം ടൈം പുള്ളി പറയുന്നുണ്ട്, ഈ കസീനോയിൽ പോയി ഗാമ്പിൾ ചെയ്യുന്ന പോലെ ഈ ഹൗസിംഗ് വീട് വാങ്ങിച്ച ആൾക്കാർക്ക് ഒരൊറ്റ ചില്ലിക്കാശ് പോലും വ്യക്തികൾക്ക് കൊടുക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതേ തോമസ് ടോവൽ 2009 ആയപ്പോഴത്തേക്കും ബെയിൽ ഔട്ട് ചെയ്ത് വളരെ മോശമായി പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കറക്റ്റ് സമയത്ത് പുള്ളി ആവശ്യപ്പെട്ടത് ബെയിൽ ഔട്ട് ചെയ്യണം. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഹിസ് ഓൺ പ്രിൻസിപ്പിൾസ്. പുള്ളി പറയുന്നത് എന്താണ്, ഗവൺമെന്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇടപെടുകയേ ചെയ്യരുതെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ആളാണ് പറഞ്ഞത് ക്രെഡിറ്റ് ക്രഞ്ച് ഉണ്ടാകും, എത്രയും പെട്ടെന്ന് നിങ്ങൾ ബെയിൽ ഔട്ട് ചെയ്യുമെന്ന്. അതായത് ഫ്രീ മാർക്കറ്റിന്റെ അടിസ്ഥാന തത്വമായ ഗവൺമെന്റ് ഇടപെടരുത് എന്ന് പറയുന്ന ആള് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് കോർപ്പറേറ്റ് ബാങ്കുകളെ രക്ഷിക്കൂ, പക്ഷെ വ്യക്തികളെ സംരക്ഷിക്കരുത്. അതായത് ഇൻഡിവിജ്വലിസം പറയുന്ന ആള് ഇൻഡിവിജ്വൽസിനെ കൈവിട്ടു സമയമായപ്പോ. മനസ്സിലായി? ഇതാണ് ഇതിനകത്ത് ഒരു തമാശ. ഇനി തോമസ് ടോവലിനെ കുറിച്ച് കുറച്ചും കൂടി വേണേൽ പറയാം, എല്ലാവരും ഒരുപാട് ആരാധകരുള്ള സ്ഥിതിക്ക്. തോമസ് ടോവൽ സ്വയമേ പുള്ളി പോർട്രേ ചെയ്യുന്നത്, പുള്ളി ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്ലി കാര്യങ്ങളെ നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ്. ബാക്കി എല്ലാവരും ഫീലിങ്സ് ആണ് നോക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അനോയിന്റഡ് വൺസ് എന്നൊക്കെയാണ് പുള്ളി ലെഫ്റ്റ് വിങ് ഇന്റലക്ച്വലിസ്റ്റിനെ പറയുന്നത്, അഭിഷിക്തർ. അത് എല്ലാവരും എടുത്ത് പറയാറുണ്ട്. കാരണം നന്മമരം എന്ന് പറയുന്ന സംഗതി, നിങ്ങൾ നന്മമരം കളിച്ചിട്ട് കാര്യമില്ല, ലുക്ക് അറ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തോമസ് ടോവൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അദ്ദേഹം പറയുന്നത് അങ്ങനെ സംഗതി ഇല്ലെന്ന്, ക്ലൈമറ്റ് ചേഞ്ച് ഡിനയർ ആണ്. പുള്ളി പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നില്ല, അതൊക്കെ ഇന്റലക്ച്വൽസ് വെറുതെ ഉണ്ടാക്കി പറഞ്ഞാന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എഴുതിയ ആളാണ് കക്ഷി. എന്ത് ഡാറ്റയാണ് നോക്കുന്നത്? അദ്ദേഹം ഡാറ്റയും ഫിഗേഴ്സും നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനകത്ത് തെറ്റ് വരാൻ പാടില്ല. ഇദ്ദേഹം കൺസർവേറ്റീവ് പൊളിറ്റിക്സ് പറയുന്ന കോർപ്പറേറ്റ്സിന്റെ സ്റ്റൂജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം റെട്രിക്സ് മാത്രം, നെറേറ്റീവ്സ് ആൻഡ് റെട്രിക്സ് ആണ് പുള്ളിയുടെ പ്രധാനം. അല്ലാതെ പുള്ളി ഡാറ്റ പറയുന്ന ഒരാളെന്ന് സ്വയമേ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡാറ്റ പറയുന്ന ഒരാളാണെങ്കിൽ ഇത് തെറ്റ് വരാൻ സാധ്യതയില്ല. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ റിയാലിറ്റി. ക്ലൈമറ്റ് ചേഞ്ച് ഡിനൈ ചെയ്യുന്ന ഒരാളും ഫാക്ട് നോക്കുന്ന ആളല്ല. അങ്ങനെ ഒരാളാണ് തോമസ് ടോവൽ. മാത്രമല്ല, സോഷ്യൽ കാര്യങ്ങളിലൊക്കെ വളരെ റിഗ്രസീവ്, LGBT വിഷയങ്ങളിലൊക്കെ വളരെ മോശമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു കൺസർവേറ്റീവ്, പുള്ളി ഒരു പൊളിറ്റിക്കൽ കമന്റേറ്റർ ആണ്. ഒരു എക്കണോമിസ്റ്റ് എന്നുള്ളതിലുപരി പൊളിറ്റിക്കൽ കമന്റേറ്റർ ആണ്. സാമൂഹിക നിരീക്ഷണാണോ? അതെ, അതാണ് തോമസ് ടോവലിനെ കുറിച്ച് പറയാനുള്ളത് ശരിക്കും പറഞ്ഞ. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പം വേറൊരു തമാശ എന്ന് വെച്ചാൽ, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പലരും ഈ വലതുപക്ഷ ചിന്തകർ നിക്കരാഗ്വയിൽ മഴ പെയ്തോ, ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണം വന്നോ, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന പലരും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നിശബ്ദരാണ്. വലതുപക്ഷ ചിന്തകരുടെ കാര്യമാണ്. അവരതിനെ കുറിച്ച് അധികം മിണ്ടില്ല. അവർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. കാരണം അത് കോർപ്പറേറ്റ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു കളക്റ്റീവ് വഴിയിലൂടെ അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇൻഡിവിജ്വലിസം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാവാം കളക്ടീവിസം പറയേണ്ടി വരും അവിടെ. അതുകൊണ്ടാവാം ഒരു പക്ഷെ.